തിരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിക്കുമ്പോൾ മുന്നണികൾക്കിടയിലുള്ള വിശ്വസ്തതയും സീറ്റ് വിഭജനത്തിലെ തർക്കങ്ങളും പലരെയും പുതിയ പാളയങ്ങളിലേക്ക് എത്തിക്കുന്നു. UDF-ൽ നിന്നും LDF-ൽ നിന്നും BJP-യിലേക്കും 2020-യിലേക്കുമുള്ള കൊഴിഞ്ഞുപോക്ക് രാഷ്ട്രീയ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. മഹിളാ കോൺഗ്രസ് നേതാവും 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന രശ്മി ഔദ്യോഗികമായി BJP-യിൽ ചേർന്നു. തിരുവനന്തപുരത്തെ മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് അവർ അംഗത്വം സ്വീകരിച്ചത്. രശ്മി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കൊട്ടാരക്കരയിൽ തനിക്കുണ്ടായ തിക്താനുഭവങ്ങളാണ് കോൺഗ്രസ് വിടാൻ കാരണമെന്ന് രശ്മി വെളിപ്പെടുത്തി. സംവിധായകനും ബിഗ് ബോസ് വിജയിയുമായ അഖിൽ മാരാർ NDA സഖ്യകക്ഷിയായ 2020-ൽ ചേർന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പാർട്ടി പ്രസിഡന്റ് സാബു M ജേക്കബ് അഖിലിനെ സ്വീകരിച്ചു. വരുന്ന തിരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ 2020 സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നേരത്തെ UDF-നെ പിന്തുണച്ചിരുന്ന അഖിൽ മാരാർ സംസ്ഥാനത്ത് ഭരണമാറ്റം അനിവാര്യമാണെന്നും എന്നാൽ അതിനെ കോൺഗ്രസിനേക്കാൾ മാറ്റം കൊണ്ടുവരാൻ 2020-ക്ക് കഴിയുമെന്നും അവകാശപ്പെട്ടു. NDA-യുമായുള്ള 2020-യുടെ സഖ്യം വികസനത്തിന് വേണ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM പാലക്കാട് ജില്ലാ നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്ന് PK ശശി KTCC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. പാർട്ടി തരം താഴ്ത്തിയതിന് പിന്നാലെ ശശി കോൺഗ്രസിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. പാലക്കാട്ടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി PK ശശി ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. CPIM വിടുന്ന ശശിക്ക് ഒറ്റപ്പാലത്തോ മറ്റു UDF സ്വതന്ത്രനായി മത്സരിക്കാൻ അവസരം ലഭിച്ചേക്കാം. തുടർച്ചയായ കൂടുമാറ്റങ്ങൾ മുന്നണികളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വോട്ട് ബാങ്കുകളിൽ സ്വാധീനമുള്ള നേതാക്കൾ പടിയിറങ്ങുന്നത് അതാത് മണ്ഡലങ്ങളിലെ ഫലത്തെ ബാധിക്കും. സീറ്റ് ലഭിക്കാത്തതും ഗ്രൂപ്പ് പോരുകളുമാണ് പല നേതാക്കളെയും മറുപക്ഷത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിനിടെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ രശ്മിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ കൂടുതൽ ജനകീയ മുഖങ്ങളെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് BJP. സൺറൈസ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അവർ പ്രചാരണം നയിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ശ്രമിക്കുന്ന LDF-ന് PK ശശിയെ പോലെയുള്ള നേതാക്കളുടെ പിന്മാറ്റം തിരിച്ചടിയാണ്. പാലക്കാട്ടെ വിഭാഗീയത പരിഹരിക്കാൻ പാർട്ടിക്ക് ഇനിയും സാധിച്ചിട്ടില്ല. എറണാകുളം ജില്ലയ്ക്ക് പുറത്തേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാൻ 2020 ശ്രമിക്കുന്നുണ്ട്. NDA സഖ്യത്തിന്റെ ഭാഗമായതോടെ കൂടുതൽ സെലിബ്രിറ്റികളെയും നിഷ്പക്ഷ വോട്ടർമാരെയും ആകർഷിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. പഴയ ശത്രുക്കൾ പുതിയ മിത്രങ്ങളായി മാറുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാണുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. അഖിൽ മാരാറെ പോലെയുള്ള താരങ്ങളുടെ വരവ് സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. യുവാക്കളുടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഇത് സഹായിക്കുമെന്ന് 2020 കരുതുന്നുണ്ട്. കേരളം മാറ്റത്തിന്റെ പാതയിലാണോ അതോ പഴയ മുന്നണികൾ തന്നെ അധികാരം നിലനിർത്തുമോ എന്ന് കണ്ടറിയണം. ഓരോ കൂടുമാറ്റം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും.